ഹായ്, ഞാൻ ഇന്ദു, കൊല്ലംകാരിയാണേ. എൻ്റെ 3-4 എപ്പിസോഡ് ടെലികാസ്റ്റ് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ ഭയങ്കര തിരക്കിലായി പോയെന്നേ. അതുകൊണ്ടാണ് വരാൻ കുറച്ച് വൈകിയത്. സിനിമ, സീരിയൽ, ഇതൊക്കെ വീട്ടിൽ മെനക്കെട്ടിരുന്ന് പുതിയ കണ്ടന്റ് വല്ലതും കിട്ടുമെന്ന് നോക്കിയതാ. അല്ലാതെ ഞാൻ അഭിനയിക്കാൻ പോയതൊന്നും അല്ല കേട്ടോ. എൻ്റെ ഈ ലുക്കും എൻ്റെ പറച്ചിലും കേട്ടപ്പം നിങ്ങൾ വിചാരിച്ചു കാണും ഞാൻ അഭിനയിക്കാൻ പോയതാണെന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? മനോഭാവം. അത് ഞാൻ പറഞ്ഞതല്ല, ഗൂഗിൾ അമ്മച്ചി പറഞ്ഞതാണ് മനോഭാവം എന്ന്. മാത്രമല്ല, ഈ ഒരു ഒറ്റ വാക്ക് പറഞ്ഞിട്ട് അമ്മച്ചി എന്നെ തേച്ച് ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറഞ്ഞു തന്നില്ലടേ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഗവേഷണം ചെയ്ത് കണ്ടെത്തി മനുഷ്യന് ഏതൊക്കെ രീതിയിൽ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റും. സ്വഭാവം, സംസാരം, പെരുമാറ്റം, മുഖഭാവം, എന്തിനേറെ പറയുന്നു, ഭക്തിയിൽ വരെ നമുക്ക് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റും. ഇത് പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും പറയാനുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടല്ലോ ഞാനിവിടെ വന്നപ്പം ഈ രമേശ് ചേട്ടൻ എന്നോട് പറയുവാണേ, എൻ്റെ പൊന്നിന്ദു, തൻ്റെ ഈ അമ്മായിയമ്മേനെ കെട്ടിയോനെയൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞെന്ന്. ഞാൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. 2 എണ്ണത്തിനെ എടുത്ത് അടിച്ച് വെളിയിൽ കളഞ്ഞു. അല്ലെങ്കിലേ സ്ഥിരമായിട്ട് ഈ അമ്മായിയമ്മയും കെട്ടിയോനെയൊക്കെ കണ്ടന്റ് പറയുമ്പോൾ ബോറാണേ. ചേട്ടൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പം നമുക്ക് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാം. ആദ്യം തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഗുരുവിനെ ഓർക്കണമല്ലോ. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഗ്രൂമറായ രതീഷ് ചേട്ടൻ, പുള്ളിക്കാരൻ എന്നെ കാണുമ്പോൾ പറയും, എൻ്റെ പൊന്നു കൊച്ചേ, നിന്നെ കാണുമ്പം നിന്റെ മുഖത്തുള്ള ആകെ 2 എക്സ്പ്രഷൻ, ഒന്ന് പുച്ഛം, പിന്നെ ഒന്ന് പരിഹാസം. ഈ പറയുന്ന പുള്ളിക്കാരൻ ഇവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒന്ന് നോക്കണേ, ഫുൾ ടൈം ഒരൊറ്റ ഭാവമേ ഉള്ളൂ, രൗദ്രം. ഞാനെന്തോ ദുർവാസാവാണ്, എൻ്റെ തപസ്സിളക്കാൻ ആരും വരരുതേ എന്നൊരു എക്സ്പ്രഷനിലാണ് പുള്ളി ഇരിക്കുന്നത്. ഇനി നമുക്ക് ഭക്തിയെക്കുറിച്ച് പറയാം. ഭക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനുണ്ട്. ഭയങ്കര ഭക്തനാണ്. പുള്ളിക്കാരൻ 4 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ട് പോയി കുളിച്ചിട്ട് വരും. നേരെ പൂജാമുറിയിലേക്ക് ചെല്ലും. എന്നിട്ട് നിത്യപ്രാർത്ഥന. നിങ്ങളെല്ലാവരും കേൾക്കണം. നിത്യപ്രാർത്ഥന അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടെന്ന് ശ്രദ്ധിക്കണം. ദൈവമേ, എൻ്റെ മരത്തിൻ്റെ ഇല പോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുതേ. എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണേ. ഇതെത്രയും പ്രാർത്ഥിച്ചിട്ട് ഈ പുള്ളിക്കാരൻ നേരെ വരും. ഇല്ല, തൂത്ത് വെച്ചേക്കുന്ന ചവറുണ്ടല്ലോ, നേരെ തൊട്ടപ്പുറത്തെ വീട്ടിൻ്റെ ചെവിരടിക്ക് കൊണ്ടുപോയിട്ട് കത്തിക്കും. എന്നിട്ട് അത് അഥവാ കത്തിയ ഇച്ചിരി വെള്ളം കുടഞ്ഞൊന്ന് അണയ്ക്കും. എന്നിട്ട് പുഹച്ചിട്ട് ആ വീട്ടുകാരെ ഈ പുഹ കൊണ്ടാണ് ഉണർത്തുന്നത്. അതും പോരാഞ്ഞിട്ട് അവിടെ കുറേ പുതിയതായിട്ട് ചെടികളൊക്കെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇതിനെ അങ്ങ് കരിക്കുകയും കൂടെ ചെയ്യും. ഇത് സ്ഥിരമായിട്ട് കണ്ടോണ്ടിരുന്നപ്പോഴേ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചേ, എൻ്റെ പൊന്നി ചേട്ടാ, നിങ്ങൾ എന്തിനാ രാവിലെ എണീറ്റ് ഈ വിളക്ക് കത്തിച്ച് നിത്യപ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത്? എന്നിട്ട് നിങ്ങൾ എന്തൊരു പരിപാടിയായി കാണിക്കുന്നത്? ഈ മനുഷ്യൻ എന്നോട് പറയാ, കൊച്ചേ, നീ ഞാൻ പ്രാർത്ഥിച്ചത് ചൊവ്വേ നേരെ കേട്ടോ? ഞാൻ പറഞ്ഞു, കേട്ടല്ലോ. എൻ്റെ മരത്തിൻ്റെ ഇല പോലും അന്യർക്ക് ദോഷമായി ഭവിക്കരുതെന്ന്. ഞാൻ പറഞ്ഞ, അതെ, എൻ്റെ മരത്തിൻ്റെ ഇല ഭവിക്കരുതെന്നല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്. ആ വീണത് മൊത്തം അവൻ്റെ പറമ്പിൽ നിന്ന പ്ലാവിൻ്റെ ഇലയായിരുന്നു. അതാണ് ഞാൻ അവിടെ കൊണ്ടിട്ട് കത്തിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അത് ഓക്കെ ചേട്ടാ, ഈ പുതിയതായിട്ട് വളർന്നു വരുന്ന ചെടിയൊക്കെ നശിപ്പിക്കുന്ന മോശമല്ലേ? അപ്പം നീ എൻ്റെ 2ാമത്തെ വരി കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, അല്ല, കേട്ടായിരുന്നു. എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണം. അതെ, ഇനി ആ ചെടി മൊത്തം വളർന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചവറല്ല ഇവിടെ വീഴും. ഞാൻ വീണ്ടും അവിടെ കൊണ്ടിട്ട് കത്തിക്കണ്ടേ? ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. പാവം ചേട്ടൻ, ഇത്ര നിഷ്കളങ്കനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഭാഗത്തെ തെറ്റ്, സോറി ചേട്ടാ. പിന്നെ ഭക്തിയെക്കുറിച്ച് പറയുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് എൻ്റെ സ്വന്തം സുസുവിനെയാണ്. സുസു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ കണക്ക് മാഷിനെ കാണുമ്പം കോണോട് കോൺ തിരിയുന്ന ഒരു സുശീല ടീച്ചറുണ്ട് ഇവിടെ. പുള്ളിക്കാരത്തേക്ക് ഒരു മനോഭാവം ഉണ്ട് കേട്ടോ. എന്നെ പോലെ തന്നെ എല്ലാവരും നല്ലവരായിരിക്കണം, എന്നെ പോലെ തന്നെ പ്രാർത്ഥിക്കണം എന്നൊക്കെ. രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് ഞങ്ങളുടെ ഡോറിൽ വന്ന് മുട്ടും. ജ്ഞാനപ്പാന 8 വരി പാടി കേൾപ്പിക്കും. തൊട്ടപ്പുറത്തെ ഡോറിൽ ചെന്ന് മുട്ടും. അവിടെയും പോയി ജ്ഞാനപ്പാന ഒരു 4 വരി പാടും. അങ്ങനെ ആ ഫ്ലോറിൽ എത്ര റൂമുണ്ടോ എല്ലാ റൂമിലും പോയിട്ട് പുള്ളിക്കാരി ജ്ഞാനപ്പാന കേൾപ്പിക്കും. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ 2-3 ബംഗാളികളും ഹിന്ദിക്കാരും ഒക്കെ അവിടെ നിൽക്കുന്നത്. അവരുടെ 2ന്റെ റൂമിൽ പോയി തട്ടിയിട്ട് അവർക്ക് മലയാളത്തിൽ ജ്ഞാനപ്പാന. പിന്നെ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് എൻ്റെ കെട്ടിയോനെയാണ്. സോറി അളിയ, സോറി ഏട്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ ചുക്കില്ലാതെ എന്ത് കഷായം എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യൻ എവിടെയെങ്കിലും കയറി വരും. അതുമല്ല, ISA മുദ്രയിട്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയതാണ്, പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. എൻ്റെ ചേട്ടൻ്റെ ഭക്തി വല്ലാത്തൊരു വ്യത്യസ്ത ഭക്തിയാണ്. നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ വീടിൻ്റെ ഐശ്വര്യം യേശു, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഐശ്വര്യം കൃഷ്ണൻ എന്നൊക്കെ. പക്ഷെ എൻ്റെ വീട്ടിൽ വന്ന് നോക്കണം, ഈ വീടിൻ്റെ ഐശ്വര്യം ഇവിടെ താമസിക്കുന്ന ഞങ്ങൾ, ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം ഇതോടിക്കുന്ന ഞാൻ. ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ മനോഭാവം. പിന്നെ നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്. ആത്മാർത്ഥമായ മനോഭാവം ഉള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്.
ഇതിൽ ഈ ആത്മാർത്ഥമായ മനോഭാവമുള്ള ഒരുത്തിയായിരുന്നു എൻ്റെ റൂംമേറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇത്ര നന്നായിട്ട് ഒരുങ്ങിയിട്ട് പുള്ളിക്കാരത്തി വിളിച്ചു, എടി ഒന്ന് നോക്കടി എങ്ങനെ ഉണ്ടോന്നൊന്ന് പറ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ സോ ബ്യൂട്ടിഫുൾ, സോ എലിഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്, ഇത് പറയുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ കണ്ണ് പോലും തുറക്കാതെ എന്നോട് പറയുക, ഒന്ന് ഇറങ്ങി പോടി പരഭ്രാന്തി, ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങട്ടെന്ന്. അത് ആത്മാർത്ഥമായ പറച്ചില്. പിന്നെ വേറൊരുത്തി ഞാൻ ഇങ്ങോട്ട് വന്നപ്പം, ഹായ് ഇന്ദു, നിന്നെ കാണാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിലും മേക്കപ്പ് ഇട്ടാൽ നിന്നെ കാണാൻ നല്ല രസമാണ്, നീ ഒരു കാര്യം ചെയ്യും, പുറത്തൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇട്ട് നടക്കാം, അല്ലെങ്കിൽ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. അത് വേറൊരു തരം ആറ്റിറ്റ്യൂഡ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ആറ്റിറ്റ്യൂഡ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിലിരിക്കുന്ന ആ റെഡ് കളറിട്ട ചേച്ചി, കൊച്ചേ നീ എന്താ പറഞ്ഞാലും ഞാൻ ചിരിക്കാൻ പോകുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. ഇപ്പം ഞാൻ പുള്ളിക്കാരെ ഫോക്കസ് ചെയ്തപ്പോൾ ചിരിക്കുന്നു. പിന്നെ ഒരാളെ പറയാനാണെങ്കിൽ, ഈ കുട്ടി നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്, എൻ്റെ പൊന്നേച്ചി എന്നെ ഒന്നും പറയല്ലേ, ഞാൻ പാവാണേ, ഞാൻ ചിരിച്ചോളാം. അതാണ് രമേശ് ചേട്ടൻ. രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട. രമേശ് ചേട്ടൻ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ? എൻ്റെ പൊന്നു മോളെ, കൊക്ക് എത്ര കുളം കണ്ടതാ, നീ അടുത്ത പറയാൻ പോകുന്ന കൗണ്ടർ വരെ എനിക്കറിയാം, ഞാൻ വേണമെങ്കിൽ ഞാനും ധർമ്മനും കൂടി അതിനെക്കുറിച്ചൊരു കഥ വരെ ഉണ്ടായിരുന്നു, അത് വരെ പറഞ്ഞു തരാമെന്ന് പറയും. പിന്നെ തൊട്ടിപ്പുറത്തിരിക്കുന്ന നമ്മുടെ സുന്ദരിക്കുട്ടി, ഞാൻ എന്ത് പറഞ്ഞാലും ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആറ്റിറ്റ്യൂഡുകൾ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഇവിടെ നിൽക്കുന്ന എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആർക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഒറ്റ മനോഭാവമേ ഉള്ളൂ, എൻ്റെ സ്റ്റാൻഡപ്പ് പൊളിഞ്ഞാലും മുടിഞ്ഞ കോൺഫിഡൻസ് ഞാൻ വിടൂല. ഓക്കെ അല്ലേ? Once upon a time, once upon a time.